അവനെ വിടരുത്. പിടിക്കണം അവനെ, പിടിയണം അവനെ, അവനെ വെറുതെ വിടരുത്. ഹായ് ചായ. താങ്ക് യു ഏട്ടാ. ഒന്ന് പോടാപ്പാ. ഞാൻ കഴിച്ചിട്ട് വന്നേട്ടാ. ഞാൻ കഴിച്ചിട്ട് വന്നെന്ന് പുള്ളിക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ തരാണ്ട് വേറെ ഒന്നുമില്ല. എന്നോട് എല്ലാവർക്കും വലിയ ബഹുമാനൊക്കെയാ. അതെ, നീ തള്ളിർത്തിട്ടേ കാര്യത്തിലേക്ക് കിടക്ക്. എന്തൊക്കെ വരും? പഴം പറിക്കല്. എവിടെ? കാലിന്റെ ഇടയില്. എടാ നമ്മളിപ്പോ ഇവിടെ എന്തിനാ വന്നതെന്ന് വല്ല പിടിയുണ്ടാ? കാറിന് പെർമിഷൻ എടുക്കാല്ലേ? ആ, അത് വല്ല നടപടി ആവുന്നോ നോക്കണ്ടേ? ഇതൊരു നടപടി ആവാനുള്ളേ, നടപടിയാക്കി തരാൻ പറ്റിയ ആളല്ലേ കൂടുള്ളേ. അതാര്? ഡേയ് ഉസ്തല്ലേ, എന്നെ തന്നെ. എടാ നമുക്ക് അവിടെ തന്നെ വെച്ച് നടത്തണം. വേറെ ഏതെങ്കിലും പറമ്പ് നോക്കിയാ പോരെ? ഇങ്ങോട്ട് എന്താണ്? എടാ മണ്ട, നമുക്ക് ഇവിടെ വെച്ച് നടത്തിയാണ്ടല്ല. ലാഭം 20,000 20,000. പുളിക്കോ കിട്ടിയ ട്രിപ്പ് പോവണ്ടേ? എന്റെ വേറെ പൈസ ഒന്നുമില്ല ട്രിപ്പ് പോകാനായിട്ട്. അല്ല, ഈ പുള്ളിക്കാര് മാത്രം എന്താ ഇവിടെ വന്നിരിക്കണേ? ദോണ്ടെ പുതിയ പഞ്ചായത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ കുറച്ച് സാധനങ്ങൾ മാത്രമേ സ്കൂളിലേക്ക് എടുത്ത് മാറ്റി. ഇതാ ബിൽഡിങ്ങിലെ പുള്ളിക്കാരെത്തിരിക്കണം. അപ്പൊ തള്ളു മാത്രല്ല, കുറച്ചു കാര്യം ഇവിടെ അറിയാം അല്ലേ? ഇതൊക്കെ എന്ത് കാണാൻ കിടക്കണല്ലേ ഉള്ളൂ. അല്ല, പുള്ളിക്കാരിനെ കാണാനല്ലേ നമ്മൾ വന്നേ? അല്ലേ വേണ്ട, അല്ലേ വേണ്ട, ഈ വഴി പോവാ. വേറെ വഴിയുണ്ട്, വേറെ വഴി. നമസ്കാരമുണ്ട്. നമസ്കാരം. എന്താ കാര്യം? മേഡം, അതെ, ഇത് ജിംബുലിംഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റ് ആണ്, നമ്മുടെ വയന. താനാരാ? താനേതാന്ന് എന്നെ മനസ്സിലായില്ല? ഇല്ല. മനസ്സിലായില്ലെന്ന്. ഞാൻ JDP സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ്. അതേത് പാർട്ടിയാ? അതല്ലോ ഇവിടുത്തെ വിഷയം. നീ കാര്യം പറഞ്ഞേ. നീ പറയാന്നല്ലോ പറഞ്ഞേ. അതെ മേഡം, ന്യൂ ഇയർ ആയിട്ടെ നമ്മുടെ അമ്പാടമിക്കലെ പിള്ളേരെ ചെറിയൊരു കാർണിവൽ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ വായനശാലയുടെ പുറകിലുള്ള പറമ്പില്ലേ? ഏത് പറമ്പ്? നമ്മുടെ വായനശാലയുടെ പുറകിലുള്ള പറമ്പില്ലേ? അയ്യോ മോനെ, ഇവിടെ അങ്ങനത്തെ പരിപാടികളൊന്നും നടത്താൻ പറ്റില്ല ആ പറമ്പില്. എന്താ? അവിടെ വാട്ടർ മെട്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള കല്ല് നാട്ടിയിട്ടുള്ള സ്ഥലമാണത്. അവിടെ ഇങ്ങനത്തെ പരിപാടികളൊന്നും നടത്താനുള്ള പെർമിഷൻ ഇല്ല. അല്ല, പുഴ എവിടെ കിടക്കണു, പറമ്പ് എവിടെ കിടക്കണു? അതിനൊന്നും പ്രസക്തിയില്ല. ഇതെല്ലാം വികസനത്തിന്റെ ഭാഗമാണ്. മേഡം, നമുക്ക് വേറെ എന്തെങ്കിലും വഴിയിലൊന്ന് ചെയ്തു തരാൻ പറ്റുമോ? നടക്കില്ലടോ, ഇത് എന്റെ പണി പോകുന്ന കേസാണ്. അല്ല മേഡം, വേറെ ആരെക്കൊണ്ടെങ്കിലും വിളിച്ചു പറയിപ്പിച്ച് അങ്ങനെ നടക്കില്ലടോ, എനിക്ക് നിങ്ങളുടെ പ്രശ്നം മനസ്സിലാകും. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നടക്കില്ല. എന്നാ പിന്നെ ഞങ്ങള് വിട്ടോട്ടെ. ആയിക്കോട്ടെ. പുറത്തേക്ക് അവിടെ തിണ്ടി. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ കേറണ്ടാന്നകത്ത്. കേറണ്ടാന്ന്? ആ, ഇടതൊക്കെ വെറുതെ ചീള് കേസ്, മൊട്ട കേസ്. ഇതെല്ലാം ഞാനില്ല. പിന്നെ നീ എന്തിനാ പേടിക്കണേ? എന്നിട്ടേ അകത്ത് കയറിയപ്പോ നിന്റെ അണ്ണാക്കിൽ എന്താ പിരിവെട്ടിയിരിക്കാറ? എടാ, പുള്ളിക്കാരിക്ക് എന്നോട് ചെറിയൊരു ചുരുക്കുണ്ട്, അതിന്റെ അവിടെ കിടന്ന് കാണിച്ചേ. ഞാൻ അപ്പഴേ പറഞ്ഞു കേറണ്ടാന്ന്. വഴിയുണ്ട്, ഞാനിപ്പോ വരാം. എന്ത് വഴി? പ്രസിഡന്റ്, പഴയ പോലെ ഒന്നും അല്ലടോ. തെങ്ങിനൊന്നും വലിയ വളർച്ചയില്ല. യൂറിയ ഇടണം, യൂറിയ. കായ്ഫലം കുറവാണ്. തെങ്ങിന്റെ അരി പറഞ്ഞ ഞാൻ ഉദ്ദേശിച്ച ഇവ മറ്റാ രാജുവിന്റെ പോലല്ലേ? സന്തോഷിന്റെ രാജയിലൊക്കെ കാരണം. ആ, ഓക്കെ ഓക്കെ ഓക്കെ. രണ്ടും മലത്തിൽ ഒന്ന് തന്നെ. അല്ല, എന്താ വേറെ എന്തോ കാർണിവല അങ്ങനെ എന്തോ പറഞ്ഞില്ലേ? ഇത് വലിയ നിസ്സാര കാര്യം, വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ സെക്രട്ടറിനോടൊന്ന് സംസാരിക്കട്ടെ. അല്ല, ഞങ്ങളൊന്ന് കയറി സെക്രട്ടറി അടുത്ത് പറഞ്ഞപ്പോ നടപടിയാവില്ല എന്നാ പറയണേ. നിയമപരമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നല്ലോ പറഞ്ഞു. എടോ, എന്തൊരു നിയമം! ഈ നിയമങ്ങളൊക്കെ എന്തിനുണ്ടാക്കിയാണെന്ന് അറിയോ? നമ്മളെ പോലുള്ളവർക്ക് ലംഘിക്കാൻ. അപ്പൊ നമ്മള് സ്മൂത്ത് ആയിട്ട് ലംഘിക്കണം. പിന്നെ നിങ്ങളുടെ അതിന്റെ കാർണിവലിന്റെ കാര്യമില്ലേ, അത് നിങ്ങൾ നോക്കാം. ബാക്കി എല്ലാ കാര്യവും ഞാനേറ്റു. എന്നാ പ്രസിഡന്റ് ഞാൻ സംസാരിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കാം. നിങ്ങൾ വല്ലേ? പ്രസിഡന്റ് ഓക്കെ. ആളുടെ കൂടെ ചെല്ല്. ആളൊരു ക്രാഫ്റ്റാണെങ്കിൽ ഈ കാര്യത്തിനൊക്കെ ഓക്കെയാണ്. പ്രസിഡന്റ് കട്ടയ്ക്ക് കൊടുക്കുമ്പോ നീ ചെല്ലുന്നല്ലോ നല്ലത്. നീ ചെല്ല്. എന്നെ കണ്ടിട്ട് ആ കള്ളക്കല്ല, തള്ളക്ക് ഇളകണ്ട. ചെല്ല്. എന്തെങ്കിലും ആട്ടെ. ഓക്കെ ഓക്കെ, ശരി ശരി, ഞാൻ വിളിക്കാം. ഓക്കെ, പറയൂ പ്രസിഡന്റ്. അതെ സെക്രട്ടറി, ഇത് നമുക്ക് വേണ്ടപ്പെട്ടൊരു പയ്യനാണ്. അപ്പൊ ഇവരുടെ എന്തോ എന്താടാ കാർണിവൽ അങ്ങനെ എന്തോ അതിന്റെ എന്തോ വിഷയം, അതങ്ങോട്ട് ശരിയാക്കി കൊടുത്തൂടെ? അല്ല പ്രസിഡന്റ്, ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. അത് ഞാൻ ഇവരോട് പറഞ്ഞിരുന്നാണ്. നിങ്ങൾ വേറെ എവിടെയും ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല.
ആ വേറെ എവിടെയും കിട്ടാത്തോണ്ടല്ലേ ഇത്. വിഷയം എന്താന്ന് വെച്ചാ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാ നമ്മുടെ പണി പോവും. അങ്ങനെ ഉണ്ടല്ലേ. അതാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഒന്നും നടക്കൂല. ഞാനുമാരോട് പറഞ്ഞതൊന്നും നടക്കാൻ പോലെന്നുള്ള കാര്യം. അതെങ്ങനെ സമാധാനം തരണ്ടേ? ഞാനിവിടെ പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം ഒരു നിയമലംഘനപരമായ ഒരു കാര്യങ്ങൾ ഇവിടെ നടക്കാൻ പോകുള്ളൂ. സെക്രട്ടറി പണി നോക്കിക്കോളൂ, ഇവന്മാര് വേറെ പറഞ്ഞു പോയിക്കോളൂ. ഞാനിത് ഇവരോട് പറഞ്ഞിരുന്നതാണ്, എന്തെങ്കിലും നിർത്തണമെങ്കിൽ നമുക്കത് ചെയ്യായിരുന്നു. അയ്യോ മോനെ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അർജന്റ് ആയിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ മോനെ എന്നെ തന്നെ വിളിക്കണം കേട്ടോ. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിരുന്നല്ലേ, നിങ്ങൾ ഇങ്ങനെ ആരെയും കൊണ്ടുവന്നിട്ടൊന്നും കാര്യമില്ല. എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നമുക്ക് നോക്കായിരുന്നു. നിങ്ങൾ ചെല്ല്. ശരി മാഡം, ഞാനങ്ങോട്ട്. വേണ്ടായിരുന്നു. മോനേടാ നമസ്കാരം. എടാ എന്താ കാര്യങ്ങളൊക്കെ ശരിയായില്ലേ? ഇല്ല ചേട്ടാ, ഇല്ല, അത് അവനോട് എല്ലാം പറഞ്ഞില്ല, എല്ലാം ശരിയാക്കി തരാം. ഇതൊക്കെ ചെറിയ കാര്യമല്ലേ ഉള്ളൂ. അവൻ എല്ലാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇല്ല ചേട്ടാ, അത് നടക്കില്ലേട്ടാ. എടാ അതിന്റെ അല്ല, ഞാൻ എന്നിട്ട് ചേട്ടനൊക്കെ ഒന്നിച്ച് പഠിച്ചാന്നേ. അപ്പൊ ഞാൻ നന്ദി കാണിക്കണ്ട, അല്ലെങ്കിൽ അവൻ എന്നോട് പിണങ്ങൂലേ. നീ വാ. വേണ്ടട്ടോ, എന്റെ പൊന്ന്. അത് ശരിയാവും. വേണം വേണം, നീ വാ. വേണ്ടട്ടോ, അവന്റെ പൊന്ന്. വേണം വേണം, നീ വാ. എല്ലാം ശരിയാക്കി തരാം. സെക്രട്ടറി, ഇതെന്റെ ഫ്രണ്ടിന്റെ അനിയനാണ്. ഇവനെപ്പോലുള്ള കുട്ടികളല്ലേ നമുക്ക് വേണ്ടത്. അല്ല, നാടിന് വേണ്ടത്. ഇവന് കുടിയോ ദുശീലങ്ങളോ ഒന്നുമില്ല, ലഹരിയൊന്നും എഴുതാൻ പോലും അറിയില്ല. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്കല്ലേ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത്. സാർ, അത് വേറെ പ്രശ്നമുള്ളതുകൊണ്ടല്ല, ഞാൻ ദിവന്മാരോട് പറഞ്ഞിരുന്നു അല്ലേ. ചെയ്തു കൊടുത്താൽ നമ്മുടെ പണി പോകുന്ന കേസാണ് സാർ. സാറിന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വേണമെങ്കിൽ സാറിന്റെ പേരിൽ ചെയ്തു കൊടുക്കാം. വേണ്ട, അവന്മാരെ പറഞ്ഞോളൂ. ഇവനോടൊക്കെ ഞാൻ പറഞ്ഞാണെന്നേ. അതെങ്ങനെയാ ഒന്നിച്ചു പോയി അങ്ങനെയല്ലേ? സെക്രട്ടറിക്കുള്ള പണിയുണ്ടാ, എനിക്ക് എന്തൊക്കെയോ പണിയുണ്ട്. മോനെ എന്തായി കാര്യങ്ങള് സെറ്റല്ലേ? ഹാപ്പി അല്ലേ നീ? എടാ നീ എവിടെ? നീ മര്യാദ പിന്നെ എവിടാ നീ? ഈശ്വര, അടുത്ത കുറിച്ച്. എടാ തെണ്ടി, നീ അവിടെ നിക്കാണല്ലേ? അല്ലേ, വേണ്ട, ഈ വഴി കിടപ്പം. ഇവനിത് എവിടെ പോയി കിടക്കാണ്? ഇന്ന് ഞാൻ അതേ ഷർട്ട്, അതേ കുണ്ടി, തെണ്ടി. അപ്പൊ ഇതാരാ? മോനെ കറക്റ്റല്ലടാ? ആ സെറ്റാണ്. ആ ഫിൽറ്റർ കേട്ടില്ലേ നീ? പിന്നെ അല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം MLA സുപ്രമല്യക്കാട്. ഈ വരുന്ന ക്രിസ്മസും പുതുവത്സരവും നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസ. ഓ കട്ട് കട്ട് കട്ട്. അതെന്താ കൂടുതൽ നന്നായോ മോനെ? നമുക്കേ ഒരു തവണ കൂടി ഇപ്പം. ആ അന്ന് ഞാൻ വേണമെങ്കിൽ ഇതിങ്ങനെ തിരിഞ്ഞു വരാം. ഒരു ചെല്ലിങ്ങനെ. അത് വേണ്ട, അത് വേണ്ട. അന്നാ ഇതിന്റെ വേഗം വരാം. അതൊന്ന് സ്ലോ മോഷൻ ആക്കിട്ടോ. അത് പൊളിയും. ആ മറ്റേ കഴപ്പ സോങ് കിട്ടും. അതാവുമ്പോ ഒരു മാസാനം ഉണ്ട്. അതേത് പാട്ട്? പ്രേമത്തിലൊരു സാധനം ഇല്ലേലും സ്ലോ മോഷൻ. കലിപ്പ്. അതേ പറ്റൂ. കളിപ്പട മാസ് കാണിച്ചിട്ട് തന്നെ വരാം. ആ റെഡി അല്ലടാ? സെറ്റാണ്. റെഡി, ആക്ഷൻ. ഹലോ അളിയാ, നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ആളെ കിട്ടിയുണ്ട്. നമ്മുടെ MLA സുപ്രൻ. അപ്പൊ ഇതാരാ? അതാരേ?
അതാരാ? എടാ നമ്മളെ എമ്മല്ലേ? കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കണം, മുഷ്ടി ചുരട്ടണം, ആകെ വിയർക്കണം. നാടി ഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ട് കയറണ്. ചങ്ങിനകത്ത് താളമടിക്കണ്, തകിട മേളമടിക്കണം. കാലം വിറവിറക്കണ്,